അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ അനൂപ് ദാസ് കൂടിയുണ്ട്. അനൂപ്, അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനമായി ഇനി ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് തോറ്റു എന്ന് രാജ്യത്തോട് വിശദീകരിക്കാൻ സ്വാഭാവികമായുള്ള ബാധ്യതയുണ്ട് അരവിന്ദ് കെജ്രിവാളിന്. അങ്ങനത്തെ വലിയൊരു മൂവ്മെന്റിലൂടെ വന്ന് നേതാവായി മാറി മുഖ്യമന്ത്രിയായി മാറിയ നേതാവാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ ചെയർമാനായ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ മനീഷ് സിസോദിയ അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടോ? സഞ്ജയ് സിംഗ് ആണ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്. മറ്റു പ്രധാനപ്പെട്ട ആളുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് വീട് കാണാം. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസമൊക്കെ ആകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിന് മുന്നിൽ പ്രവർത്തകരുടെ വലിയ ആവേശവും ആഹ്ലാദവും എല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളത് കുറേ പോലീസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമാണ്. സഞ്ജയ് സിംഗ് നേരത്തെ പുറത്തേക്ക് വന്ന് സംസാരിച്ചിരുന്നു. കഴിഞ്ഞിട്ടില്ല, വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രതികരണം ഏതാണ്ട് 2.5 മണിക്കൂർ മുൻപുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട പോലെ കാലിയായ വീടിന് മുൻപും ഒപ്പം തന്നെ പോലീസുകാരും മാധ്യമപ്രവർത്തകരും മാത്രം നിൽക്കുന്ന സ്ഥലമാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ മനീഷ് സിസോദിയ അല്പം മുൻപ് ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം തയ്യാറായിരുന്നില്ല. നേരത്തെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്ക് കയറി വന്ന ഒരു കയറ്റമുണ്ടല്ലോ. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോറ്റു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് തോറ്റു, മന്ത്രിമാരൊക്കെ തോറ്റു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കാര്യങ്ങളുള്ളത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു. അതിഷി മാത്രമാണ് ജയിച്ചു കയറി വന്നത്. 22 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു. അതായത് വന്ന ഗംഭീരമായ വരവ് പോലെ ഒരു തിരിച്ചുപോക്ക് ആം ആദ്മിക്ക് സംഭവിക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഇവിടെ ശോകമൂകം അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുൻഭാഗം പ്രവർത്തകരില്ല, ആഹ്ലാദ പ്രകടനമില്ല, ആരും തന്നെ ഇല്ല, പ്രധാനപ്പെട്ട നേതാക്കളുമില്ല.